എൻ്റെ ഈ ലോകയാത്രകൾക്കിടയിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ എനിക്ക് നൽകിയ ഒരു ഭൂപ്രദേശം പഴയ സോവിയറ്റ് നാടുകളാണ്. അതായത് നമ്മൾ മധ്യേഷ്യ എന്ന് വിളിക്കുന്ന ഭാഗങ്ങൾ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഇങ്ങനെയൊക്കെയുള്ള പല രാജ്യങ്ങളുണ്ട്. ഇന്ത്യക്കാരോട് വളരെ സ്നേഹത്തോടെ പരിഗണനയോടെയൊക്കെ പെരുമാറുന്ന ഒരു നാടാണ് ഈ മധ്യേഷ്യ. അതിൻ്റെ കാരണം സോവിയറ്റ് യൂണിയൻ്റെ നാളുകളിൽ, അതായത് 1970കളിലും 80കളിലും, എന്തിനേറെ അതിനു മുമ്പ് 60കളിൽ പോലും ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം സിനിമകൾ ഈ പ്രദേശങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്കാലത്തെ താരങ്ങൾ, സിനിമാ താരങ്ങളൊക്കെ ഇവർക്ക് വളരെ സുപരിചിതരായിരുന്നു. എന്തിനേറെ ഇപ്പോൾ ഉള്ള ഷാരൂഖ് ഖാൻ വരെയുള്ളവരെ ഇവർക്കറിയാം നന്നായിട്ട്. ആ നാടുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും, ഷാരൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ, ഗോവിന്ദ. അപ്പോൾ ഇവർക്ക് ഇതെല്ലാം വളരെ സുപരിചിതരായ പേരുകളാണ്. മാത്രമല്ല അവർ കരുതുന്നത് ഇന്ത്യക്കാരുടെ ജീവിതം ഈ ഹിന്ദി സിനിമയിൽ കാണുന്ന പോലെയാണെന്നാണ്. ഹിമാലയത്തിൻ്റെ മലഞ്ചെരിവുകളിലൂടെ കാമുകിയും കാമുകനും കൂടെ കയ്യെ പിടിച്ച് ഇങ്ങനെ പ്രണയലീലരായിട്ട് ഓടി നടക്കുന്ന കാഴ്ചകൾ, ഹിന്ദി സിനിമ പാട്ടുപാടി ആളുകൾ ഇങ്ങനെ തെരുവുകളിലൂടെ നടക്കുന്നത്, വളരെ ഗംഭീരമായ സുന്ദരമായ വസ്ത്രം ധരിച്ച് നടങ്ങുന്ന ആളുകൾ, ഇങ്ങനെ ഹിന്ദി സിനിമയുടെ ആ ഗ്ലാമർ ലോകത്താണ് ഇന്ത്യക്കാരെല്ലാം ജീവിക്കുന്നത്. അതാണ് ഇന്ത്യൻ സാമൂഹ്യ ജീവിത പശ്ചാത്തലം എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ചെല്ലുമ്പോൾ ആദ്യം ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒന്ന് ഞെട്ടും, ഇവൻ ഷാരൂഖ് ഖാനെ പോലെ അല്ലല്ലോ ഇരിക്കുന്നത് എന്നാണ് ആദ്യത്തെ ചിന്ത. രണ്ട്, ഷാരൂഖ് ഖാൻ ആ പാട്ടിൽ ധരിച്ചിരുന്ന വസ്ത്രം പോലെ അല്ലല്ലോ ഇവൻ്റെ വസ്ത്രം, ഇവൻ്റെ നമ്മുടെയൊക്കെ പോലത്തെ ഒരു സാധാരണ വസ്ത്രമാണല്ലോ എന്നൊക്കെ ഒരു കൗതുകം ഇവരുടെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞ് അവർ നമ്മളോട് ചോദിക്കും, ഷാരൂഖ് ഖാൻ്റെ അടുത്താണോ താമസം, അവരുടെ വീടിൻ്റെ അടുത്താണോ, അല്ലെങ്കിൽ അമിതാഭ് ബച്ചനെ നിങ്ങൾ അറിയുമോ? അതായത് ഇവർക്ക് ഇന്ത്യയെക്കുറിച്ച്, അവർ പുറലോകത്തേക്ക് അധികം യാത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തെ ഒന്നും കാണുന്നില്ല. അവർ അമിതാഭ് ബച്ചൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാൾ ഇന്ത്യയിൽ നിന്ന് എന്നിരിക്കുന്നുള്ള മട്ടിലാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത്. അപ്പോൾ അത്ര നിഷ്കളങ്കരായ മനുഷ്യരാണ് ശരിക്കും പറഞ്ഞാൽ ഈ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ. അവരിലെ മജോറിറ്റി, ബഹുഭൂരിപക്ഷവും മുസ്ലിംസാണ്. മുസ്ലിംസിൻ്റെ പരമ്പരാഗതമായ ഒരു ആതിഥ്യ മര്യാദ കൂടി ചേരുമ്പോൾ സ്വീകരിച്ച് ആനയിച്ച് വീടുകളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ എനിക്ക് തജിക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈ തജിക്കിസ്ഥാനിലേക്ക് ഞാൻ പോകാനുള്ള കാരണം എൻ്റെ ഒരു സുഹൃത്താണ്. സുഹൃത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം സഞ്ചാരത്തിൻ്റെ ദീർഘകാല ഒരു പ്രേക്ഷകനായിരുന്നു. സഫാരി തുടങ്ങിക്കഴിഞ്ഞ് അദ്ദേഹം പലപ്പോഴും എന്നെ വിളിക്കും, നമുക്ക് ഈ മധ്യേഷ്യയിലേക്കൊന്ന് പോകണം. ഞാൻ ചോദിച്ചു, ഇതാരാണ് വിളിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയും, എൻ്റെ പേര് അംബുരാജ എന്നാണ്. ഈ അംബുരാജ ഡൽഹി ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം ഈ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മധ്യേഷ്യയിലേക്ക് കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നമുക്ക് തജിക്കിസ്ഥാനിലേക്കൊന്ന് പോകാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട്, തജിക്കിസ്ഥാനിൽ ഞങ്ങളുടെ സ്റ്റുഡൻസൊക്കെ ഉണ്ട്, ഞങ്ങളുടെ ഓഫീസുണ്ട്, ഒരു കാര്യം ചെയ്തോളൂ, അങ്ങോട്ട് വന്നോളൂ, ഞാനവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു പുലർച്ചെ ഞാൻ കൊച്ചിയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു. എയർ അറേബ്യയുടെ വിമാനത്തിൽ ഷാർജയിൽ ചെല്ലുന്നു. 1-2 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം അടുത്ത കണക്ഷൻ ഫ്ലൈറ്റിൽ നമ്മൾ തജിക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ ദുഷാൻബെയിൽ പോയി ഇറങ്ങുന്നു. അവിടെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരു കാറുമായിട്ട്, ഒരു വാനാണ് ശരിക്കും പറഞ്ഞാൽ, ഈ അംബുരാജ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഇസ്ഫാൻ എന്ന് പറയുന്ന ഒരാളാണ്. കൂടാതെ ഈ ഇസ്ഫാന് തജിക് ഭാഷയല്ലാതെ മറ്റൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാനും നാട്ടുകാരുമായിട്ട് സംസാരിക്കാനും ഒക്കെ ആയിട്ടൊരു ട്രാൻസ്ലേറ്ററും കൂടെ വേണം. അതിനുവേണ്ടി ഒരു ട്രാൻസ്ലേറ്ററേയും കൂടെ അംബുരാജ കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഷഹബാസ് എന്നാണ്. അപ്പം ഇവർ 3 പേരുമാണ് കാത്തു നിൽക്കുന്നത്, ഷഹബാസ്, ഇസ്ഫാന്, പിന്നെ അംബുരാജ. അങ്ങനെ ഞാൻ ആ വണ്ടിക്കകത്ത് ചെന്ന് കയറി. ഇന്ന് നമ്മൾ പോയി വിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുന്നത് ഈ തജിക്കിസ്ഥാൻ്റെ വടക്ക് കിഴക്ക് അതിർത്തിയിലുള്ള ഖുജന്ത് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ്. ഒരു ചരിത്രമുള്ളൊരു നഗരമാണ്. അപ്പോൾ ഇന്ന് മുഴുവൻ ദീർഘമായ യാത്ര. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, ദീർഘമായ യാത്രയായിരുന്നു. ഇന്ന് രാവിലെ വന്നിറങ്ങിയിട്ട് ഇന്നിനി പകൽ മുഴുവൻ ദീർഘമായ യാത്രയാണ്. തജിക്കിസ്ഥാൻ്റെ ഉൾനാടുകളിലൂടെയുള്ള യാത്ര ദീർഘമായ യാത്രയാണ്. സഞ്ചാരത്തിലൂടെ അത് വിശദമായിട്ട് കാണിച്ചതാണ്. പല എപ്പിസോഡുകളിലായിട്ട് ഖുജന്തിൽ പോകുന്നു. ഖുജന്തിൽ അന്ന് രാത്രി മനോഹരമായൊരു ഹോട്ടലിൽ താമസിക്കുന്നു. ഖുജന്തിൻ്റെ ജീവിതം, അവിടുത്തെ മാർക്കറ്റ്, അവിടുത്തെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ, കോട്ടകൾ, മ്യൂസിയങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാഴ്ചകളിലൂടെയും പോയി പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവിടുന്ന് വീണ്ടും യാത്രയാകുകയാണ്. അന്ന് യാത്രയാകുമ്പം ചില വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് ചില ഗ്രാമങ്ങളിലെ വിവാഹങ്ങൾ. അതുപോലെ തന്നെ ഈ 2ാം ദിവസം എന്ന് പറയുന്നത് ഈദിൻ്റെ ദിവസം, അതായത് പെരുന്നാൾ ദിവസമാണ്. പക്ഷേ ഈ പെരുന്നാൾ ദിവസമാണെങ്കിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോകുന്ന ഗ്രാമങ്ങളിലൊക്കെ കർഷകർ കൊയ്ത്ത്, മെതി, ഇതൊക്കെ നടക്കുന്നുണ്ട്. അവിടെ നിരന്ന ഗോതമ്പ് വയലുകൾ, നെൽവയലുകളൊക്കെ കാണാം. കൂടുതലും ഗോതമ്പ് വയലുകളാണ്. ഈ ഗോതമ്പ് വയലുകളിലൊക്കെ കൊയ്ത്ത് യന്ത്രവുമായിട്ട് ആളുകൾ ഇറങ്ങുന്നു, കൊയ്യുന്നു. അത് തന്നെ അവിടെ തന്നെ അത് മെതിച്ച് അതിൻ്റെ
കച്ചി വൈക്കോലിൻ്റെ കറ്റകളാക്കി കെട്ടി മാറ്റുന്നു. ഇതൊക്കെ ഇറങ്ങി പാടത്തിറങ്ങി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ പെരുന്നാൾ ദിനത്തിൽ പോലും ഇങ്ങനെ തൊഴിലെടുക്കാനുള്ള ഒരാഭിമുഖ്യം ഇവർക്കുണ്ടാകാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത് സോവിയറ്റ് കാലഘട്ടങ്ങളിലുണ്ടായ ഒരു ശീലമായിരിക്കണം. 1920കളും 30കളും ഒക്കെ ആയപ്പോഴേക്കും ഈ പ്രദേശമെല്ലാം സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായി മാറി. ഈ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായതോടുകൂടി ആദ്യഘട്ടത്തിൽ സ്റ്റാലിൻ്റെ ഭരണകാലത്ത് മതം പൂർണ്ണമായും നിരോധിക്കപ്പെട്ടിരുന്നു. മതപരമായ എല്ലാ ആചാരങ്ങളും നിരോധിക്കപ്പെട്ടിരുന്നു. ദേവാലയങ്ങളെല്ലാം അടച്ചുപൂട്ടപ്പെട്ടു. പലതും ഗോഡൗണുകളായി മാറി. പള്ളികൾ, മുസ്ലിം പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ ഒക്കെ ഗോഡൗണുകളോ ആയുധപ്പുരകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളോ ചിലപ്പോൾ മ്യൂസിയങ്ങളോ ഒക്കെ ആയി മാറി. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷവും സ്റ്റാലിൻ്റെ കാലശേഷവും ഒക്കെ അതിന് കുറേ ഇളവുകൾ വന്നു. മതചര്യകൾ പുലർത്തുന്നതിന് ആളുകൾക്ക് അനുവാദം കിട്ടി തുടങ്ങി. അതോടെ പയ്യെ മതം തിരികെ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു. പക്ഷേ 10-20-30 വർഷത്തോളം ആ മതത്തിൻ്റെ യാതൊരു സ്വാധീനവുമില്ലാതെ ജീവിച്ച ജനവിഭാഗം കൂടിയാണ് ഇവർ. പിന്നീട് സോവിയറ്റ് യൂണിയൻ 1980കളുടെ അവസാനം തകർന്നതിന് ശേഷമാണ് മതം കൂടുതൽ പിടിമുറുക്കുകയും മതത്തിൻ്റേതായ ചിട്ടകളിലേക്ക് ആളുകൾ മാറുകയൊക്കെ ചെയ്തത്. ഇപ്പോഴും കൊയ്ത്തിൻ്റെ ദിവസം ഈദ് വന്നാൽ ഇതിനേക്കാൾ പ്രാധാന്യത്തോടെ ഇവർ കൊയ്ത്തിനിറങ്ങുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഗ്രാമങ്ങൾ, മലമ്പ്രദേശങ്ങൾ, താഴ്വാരങ്ങൾ, കൃഷിയിടങ്ങൾ, നദീതീരങ്ങൾ, അവിടുത്തെ ഗ്രാമീണ ജീവിതം ഇതെല്ലാം കണ്ട് യാത്ര ചെയ്യുമ്പം ഇടയ്ക്ക് ഒരു മലഞ്ചെരിവിലെത്തി. വലിയൊരു പർവ്വതത്തിൻ്റെ താഴ്വാരത്തെ ഒരു ചെറിയ ഗ്രാമം, സുഖദ് എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ഈ സുഖദ് ഗ്രാമത്തിലെത്തിയപ്പോൾ ഞങ്ങൾക്കെല്ലാം നല്ല വിശപ്പായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണെങ്കിലും അപ്പോൾ അമ്പുരാജ പറഞ്ഞു നമുക്ക് കഴിക്കണം. അമ്പുരാജയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കണം. അതിന് കുറേ സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ഈ സുഖദിൽ വലിയൊരു റിസോർട്ട് പോലൊരു ഭാഗം മലഞ്ചെരിവിൽ, റോഡിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് പോകണം, മലഞ്ചെരിവിൽ, അത് റോഡിൽ കൂടെ ഹൈവേ കൂടെ പോകുമ്പോൾ തന്നെ കാണാം. അവിടേക്ക് വണ്ടി വിടാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്. നദിയല്ല, ചെറിയ ഒരു അരുവി എന്ന് വേണേൽ പറയാം. അതിങ്ങനെ ഒഴുകുന്നു. അതിൻ്റെ കളകളമായ ശബ്ദം കേൾക്കാം. അതിൻ്റെ ഓരങ്ങളിൽ മുഴുവനായിട്ട് ചെറിയ ടെൻറ്റുകളാണ്. അത് റിസോർട്ട് പോലെ. അവിടെ റൂമുകളുമുണ്ട്, ഈ ടെൻറ്റുകളുമുണ്ട്. നമുക്കതിൽ ഒരു ടെൻ്റ് എടുക്കാം. ഈ പഴയ സോവിയറ്റ് നാടുകളിലൊക്കെ റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ ചെറിയ ടെൻറ്റുകളായിട്ടാണ്. കിച്ചണും അതിൻ്റെ ഒരു പ്രധാന ഭാഗം ഉണ്ടെങ്കിലും ഈ ആളുകൾ, അതിഥികൾ വന്നാൽ പോയി ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഓരോ കോട്ടേജുകളിലാണ്. അപ്പോൾ ഞങ്ങൾ അത്തരത്തിലൊരു കോട്ടേജിൽ പോയിരുന്നു. നമ്മൾ പോയി ഇരിക്കുന്നത് സൂഫ എന്ന് പറയുന്ന ഒരു തട്ടാണ്. അതായത് എല്ലാവരും ഇൻഡിവിജ്വൽ കസേരകളിലല്ല ഇരിക്കുന്നത്. ഒരു വലിയൊരു കട്ടിലിട്ടതുപോലത്തെ ഒരു ഭാഗം, ഇച്ചിരി വീതി കൂടിയ, നീളം കൂടിയ ഒരു കട്ടിൽ, ആ മുറിയുടെ മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു കട്ടിലെന്ന് വേണേൽ കൂട്ടാം. അതിന് സൂഫ എന്നാണ് അവർ പറയുന്നത്. ഇതിൽ കയറി നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നടുക്ക് വലിയൊരു പുതപ്പ് പോലത്തെ ഒരു തുണി വിരിച്ചിട്ടുണ്ടാവും, ഒരു കമ്പളം വിരിച്ചിട്ടുണ്ടാവും. ഇതിലേക്ക് ഈ റൊട്ടി അത് കൊണ്ടുവന്ന് വെക്കുന്നു. അതുകൂടാതെ കുറച്ച് സാലഡ്, കുറച്ച് തൈര്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നു. ഇതൊന്നും ആരോടും ചോദിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കുന്നില്ല. അവിടെ ചെല്ലുന്ന എല്ലാവർക്കും ഇതുണ്ട്. ഇനി എന്ത് വേണമെന്നുള്ളത് മാത്രം നമ്മൾ ഓർഡർ ചെയ്താൽ മതി. അപ്പോൾ ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പയ്യെ കുറേശ്ശെ കീറിയെടുത്ത് ഈ ബട്ടർ, ഈ പറഞ്ഞ ഈ തൈര് കൂട്ടി അല്ലെങ്കിൽ ഈ സലാഡ് കൂട്ടി നമുക്ക് കഴിച്ചു തുടങ്ങാം. അപ്പോഴത്തേക്കും മട്ടനാണ് അവിടുത്തെ ഏറ്റവും വിശിഷ്ടമായ വിഭവം. മട്ടൺ നമ്മുടെ നാട്ടിൽ കുഴിമന്തി എന്ന് പറയുന്നത് പോലെ തന്നെ കുഴിയടുപ്പിനകത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ആട്ടിറച്ചി വിഭവമുണ്ട്. അപ്പോൾ അത് അതിഗംഭീരമായിരിക്കുമെന്ന് നമ്മുടെ ഷഹബാസ് പറഞ്ഞു. ഷഹബാസാണ് ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ശരി, അത് തന്നെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഓർഡർ ചെയ്യുക മാത്രമല്ല, ഇപ്പോൾ ഇതൊന്ന് കാണുകയും വേണം, ഇതൊന്ന് ഷൂട്ട് ചെയ്യണം. ഇവരുടെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ, അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ഭൂമിക്കടിയിൽ മണ്ണിലേക്ക് വലിയൊരു കുഴി, അതിനകത്താണ് തീക്കനലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചില മസാലകളൊക്കെ ചേർത്ത, മസാലകൾ കാര്യമായ മസാലകളോ എരിവോ ഒന്നുമില്ല, അല്പം ഉപ്പും ലളിതമായ എന്തൊക്കെയോ സാധനങ്ങൾ മാത്രം പുരട്ടിയ ആട്ടിൻ്റെ ഇറച്ചി ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ്, ഈ കനലിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ഇതിനെ മൂടുകയാണ് വലിയൊരു അടപ്പ് കൊണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലും കനലുകൾ ഇടുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ഇരുന്ന് വെന്ത് ഇത് മാംസം വളരെ സോഫ്റ്റായി മാറുന്ന ഒരു ഘട്ടത്തിലെത്തിക്കഴിയുമ്പോഴാണ് ഇതെടുക്കുക. ഇത് പുറത്തെടുത്തതിന് ശേഷം ഇതിനെ വിളമ്പുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ അടുക്കളയിൽ നിന്ന്, ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം വിളമ്പുമ്പം ഒരു തവി കൊണ്ട് കോരി ഒരു പാത്രത്തിലേക്ക് ഇടുകയാണല്ലോ. ഇവിടെ അങ്ങനെയല്ല, ഒരു ത്രാസിലേക്കാണ് വെക്കുന്നത്. ഓരോ ടേബിളിലേക്കും അല്ലെങ്കിൽ ഓരോ ആൾക്കുള്ള മാംസ വിഭവം കൃത്യമായി തൂക്കിയാണ് കൊടുക്കുക. അതിങ്ങനെ കുറച്ച് എല്ലുണ്ടാവും, ബാക്കി മാംസവും കൂടെ ചേർന്ന കഷ്ണങ്ങളിടും. ആ കൂടെ തന്നെ കുറച്ച് നെയ്യുടെ കട്ടകളും ഉണ്ടാവും. ഈ ആട്ടിറച്ചിയുടെ കുറച്ച് നല്ല നെയ്യുടെ കട്ടകളും കൂടി ഇതിനകത്തിടും. ഇങ്ങനെ ഒരു ബാലൻസ്ഡ് സാധനമാണ് ഓരോ ആൾക്കും തരിക. അപ്പോൾ ഇതിങ്ങനെ ഓരോ കോട്ടേജുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കുള്ളതും കിട്ടി. ഞാൻ പറയട്ടെ, സത്യമായിട്ട് പറഞ്ഞാൽ ഇത്രയും രുചികരമായ ഒരു ആട്ടിറച്ചി ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിന് ശേഷവും അതിന് മുമ്പും കഴിച്ചിട്ടില്ല. അത്ര ഗംഭീരമായിരുന്നു. അതെല്ലാം കഴിച്ച് ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തുടരുകയാണ്. പക്ഷേ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ വന്ന് കിടക്കുന്ന കാറുകളെല്ലാം വളരെ സമ്പന്നരായ ആളുകളുടെ കാറുകളാണ്. പക്ഷേ നമ്മൾ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെയല്ല, ദരിദ്ര ഗ്രാമങ്ങളാണ്.
മണ്ണ് കൊണ്ട് മെഴുകിയ ചുവരുകൾ, മണ്ണ് കൊണ്ട് തന്നെ കെട്ടി പണിത ചുവരുകൾ, അതിൽ പുറമേ മണ്ണ് കൊണ്ട് തന്നെയാണ് മെഴുകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചിലത് ഓടിട്ടിട്ടുണ്ട്. ഓടാണ് പ്രത്യേകതരം കമത്തോടുകളൊക്കെ പോലത്തെ ഓടുകളിട്ട അതിദരിദ്രമായ ജീവിതമാണ്. അങ്ങനെയുള്ള ഗ്രാമങ്ങളും കണ്ടുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് പഞ്ചകേന്ത് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു കൂറ്റൻ പർവ്വതത്തിൻ്റെ ചെരുവിലെ അർത്തൂഷ് എന്ന് പറയുന്ന ഒരു സുഖവാസ കേന്ദ്രത്തിലെത്തണം. ഇതാണ് ഇന്നത്തെ പദ്ധതി. അപ്പോൾ ഇന്നും ദീർഘമായ യാത്രയാണ്. അതായത് ഈ തജിക്കിസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളെ തലങ്ങും വിലങ്ങും യാത്ര ചെയ്ത് അവിടുത്തെ ഗ്രാമീണ ജീവിതവും അവിടുത്തെ ഭക്ഷണ വൈവിധ്യവും അവിടുത്തെ പ്രകൃതിയും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു യാത്രയാണ്. അതിസാഹസമായ യാത്രയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്, പലയിടത്തും വലിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല, പലതും ഉൾനാടൻ ദരിദ്ര ഗ്രാമങ്ങളാണ്, അവിടെയൊന്നും നമുക്ക് ഉദ്ദേശിക്കുന്ന പല സാധനങ്ങളും വാങ്ങാൻ പോലും കിട്ടാത്ത ഗ്രാമങ്ങളാണ്. അത്തരം പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഹുഷിക്കാറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലെത്തി. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പറ്റുമെങ്കിൽ ഇറങ്ങും. ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഒന്ന് ഇറങ്ങണം. അങ്ങനെ കുറച്ച് പൈസയൊക്കെ പോക്കറ്റിലിട്ടുണ്ട്, ഞാൻ ഇറങ്ങും. അവിടുത്തെ പൈസ ആദ്യം തന്നെ കുറേ മാറി ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടിട്ടുണ്ട്. കാരണം പല വീടുകളിലും ചെല്ലുമ്പോൾ എനിക്കറിയാം അതിദാരിദ്ര്യമാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കുറച്ച് പൈസയും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാകും. മാത്രമല്ല നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു തടസ്സം അങ്ങ് മാറി കിട്ടുകയും ചെയ്യും, കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആവും. അങ്ങനെ ഈ ഹുഷിക്കാറ്റ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മൺചുവരുകളും മണ്ണുകൊണ്ട് പണിത വീടുകളും അതീവ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരുമാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ വഴിയോരങ്ങളിൽ ഈ പെരുന്നാൾ ദിവസമാണെങ്കിലും കുറേ കുട്ടികൾ പലയിടത്തും നിൽക്കുന്നത് കാണാം. ഇവരുടെ എല്ലാം കയ്യിൽ ഓരോ ബക്കറ്റുണ്ട്. ഈ ബക്കറ്റിനകത്ത് മഞ്ഞയും ഓറഞ്ചും ഒക്കെ നിറത്തിലുള്ള കുറച്ച് പഴങ്ങൾ ഇങ്ങനെ കൂമ്പാരം കൂട്ടി ബക്കറ്റിനകത്താക്കി വെച്ചിരിക്കും. അപ്പോൾ ഇതെന്താ സാധനം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആപ്രിക്കോട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് കുറച്ച് വാങ്ങാം, വണ്ടിയിലിരുന്ന് കഴിക്കാമല്ലോ. ഞങ്ങൾ 4 പേരുണ്ട് പോകുന്ന വഴിക്ക്. അപ്പോൾ ഒരു 2 ബക്കറ്റ് ആപ്രിക്കോട്ട് വാങ്ങാൻ തീരുമാനിച്ചു. ഈ ആപ്രിക്കോട്ട് തോട്ടത്തിൻ്റെ സമീപത്താണ് ഇവ നിൽക്കുന്നത് തന്നെ. ആ വഴിയരികിൽ ആപ്രിക്കോട്ട് തോട്ടമാണ്. അവിടുന്ന് പറിച്ചു കൊണ്ടുവന്ന് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവ മാത്രമല്ല, ഇതിൻ്റെ തൊട്ടപ്പുറം വേറെയും ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ കുട്ടികളാണ് ഇവിടുത്തെ ഈ വഴിയരികിൽ ഈ ആപ്രിക്കോട്ടും പഴങ്ങളും വിൽക്കാനായിട്ട് വഴിയരികിൽ നിൽക്കുന്നത് മുഴുവൻ. സെയ്ദിയാക്കോ എന്നാണ് ഇവൻ്റെ പേര്. അവനോട് ഈ 2 ബക്കറ്റ് പഴവും മേടിച്ച് ആപ്രിക്കോട്ട് പഴവും മേടിച്ച് ഞങ്ങൾ വീണ്ടും യാത്രയായി. പോകുന്ന വഴിക്ക് കുറേശ്ശെ കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. വീണ്ടും പോകുമ്പോൾ നമ്മൾ ദാർദാർ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണമെന്നോ വലിയൊരു ഗ്രാമമോ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തുന്നു. അവിടെ മനോഹരമായ തടി കൊണ്ട് പണിതൊരു മോസ്കുണ്ട്. അതിറങ്ങി നിന്ന് ഷൂട്ട് ചെയ്തു. ആ മോസ്ക് 1858 മറ്റോ പണിത ഒരു മോസ്കാണ്. പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ഇത് അടച്ചു പൂട്ടിക്കിടന്നു. ശ്രദ്ധയില്ലാതെ, ആളുകൾ പരിചരിക്കാതെ, അതിനെ സൂക്ഷിക്കാതെ അത് തകർച്ചയുടെ വക്കിലെത്തി. പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം കുറച്ച് മുട്ടൊക്കെ കൊടുത്ത് ഇപ്പോഴും നാട്ടി നിർത്തിയിരിക്കുക. പക്ഷേ അതിനെ ഒന്ന് പുനരുദ്ധരിക്കാനോ നവീകരിച്ച് പണിയാനോ ഒന്നുള്ള പൈസ അവർക്കില്ല. അത്ര ദാരിദ്ര്യത്തിലാണ് അവിടെ. ഈ യാത്രയിലെ ബഹുഭൂരിപക്ഷവും സെറാവ്ഷാൻ എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്തുകൂടിയാണ് പോകുന്നത്. ഈ സെറാവ്ഷാൻ നദിയുടെ തീരത്തുകൂടിയാണ് ഇന്നത്തെ ഇത് യാത്ര മുഴുവൻ. അങ്ങനെ കൂടി നമ്മൾ പോകുന്നത് പഞ്ചകേന്ത് എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ് ചെല്ലുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഒത്തിരി സംഭവങ്ങളുണ്ട്. അതൊക്കെ സഞ്ചാരത്തിൻ്റെ എപ്പിസോഡുകൾ കാണിക്കാറുമുണ്ട്. ഈ ചിലർ എൻ്റെ അടുത്ത് ഈ സഞ്ചാരത്തിൻ്റെ പഴയ എപ്പിസോഡുകൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചരിച്ച എപ്പിസോഡുകൾക്ക് ഇടുമ്പോൾ ഇതെന്തിനാ പഴയതിടുന്നത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. സഞ്ചാരം ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നതല്ല. അത് ദീർഘകാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആഖ്യായികൾ, അതിൻ്റെ കഥകളാണ് ഈ പറയുന്നത്. 10-20 കൊല്ലം മുമ്പുള്ള ലോകത്തിൻ്റെ കാഴ്ചകൾ കാണാനും ആളുകൾക്ക് കൗതുകമുണ്ട്. ഈ പഞ്ചകേന്ത് പട്ടണം ശരിക്കും ഉസ്ബെക്കിസ്ഥാൻ്റെ ബോർഡറുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്നൊരു ഭാഗമാണ്. അവിടെ ഒരു പുരാതനമായ ആർക്കിയോളജിക്കൽ സൈറ്റുണ്ട്. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. അതൊന്നും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നൊരു സ്ഥലമായിട്ടൊന്നും മാറ്റിയിട്ടില്ല. കുറേ മൺതിട്ടകളും തറകളും മാത്രമുള്ള ഒരു 3000 വർഷം മുമ്പത്തെ പഞ്ചകേന്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒട്ടും ആകർഷകമല്ല. അവിടെ പക്ഷേ ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത് അവിടുത്തെ ഒരു ചന്തയാണ്. ഇന്ന് പെരുന്നാൾ ദിവസമാണെങ്കിലും ചന്തയിലെ കുറേ കടകളെല്ലാം തുറന്നിട്ടുണ്ട്. പല കടകളും അടഞ്ഞാണ് കിടക്കുന്നത്. പക്ഷേ ഇന്ന് തുറന്നിരിക്കുന്ന കട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മദ്യക്കടയാണ്. അതിൻ്റെ മുമ്പിൽ ധാരാളം ആളുകളുണ്ട്. ഈ മദ്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അവിടെ വിൽക്കുന്ന വോഡ്കയാണ്. ഈ സോവിയറ്റ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ എവിടെയും വോഡ്ക വളരെ പ്രചാരത്തിലാണ്. പ്രത്യേകിച്ച് 98% മുസ്ലിങ്ങൾ വസിക്കുന്ന ഈ തജിക്കിസ്ഥാനിലും കിർഗിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും കസാക്കിസ്ഥാനിലും ഒക്കെ അവർ വൈകുന്നേരമായി കഴിഞ്ഞാൽ വോഡ്ക കഴിക്കുക എന്നുള്ളൊരു ആചാരം പോലെയാണ്. അത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കഴിക്കും. ഇവിടെ ഈ വോഡ്ക വാങ്ങാൻ വന്ന് നിൽക്കുന്നത് സ്ത്രീകളുമുണ്ട്. നമുക്ക് കാണാം. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. വീണ്ടും ഞങ്ങൾ ഈ നദീതീരത്തുകൂടെ തന്നെ വീണ്ടും പോവുകയാണ്. ഇനി ആണ് നമ്മൾ പോകുന്ന നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ അർത്തൂഷ് എന്ന് പറയുന്ന പർവ്വത മുകളിലെ മഞ്ഞുകാലത്തെ സ്കീയിങ്ങിൻ്റെ ഒരു ഡെസ്റ്റിനേഷനാണ്. അതിഗംഭീരമായ ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടേക്കാണ് എത്തേണ്ടത്.
പല ഗ്രാമങ്ങളും പിന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ചിലയിടത്ത് വളരെ മനോഹരമായ ഭൂപ്രകൃതിയാണ്, പലയിടത്തും ചിലയിടത്ത് വലിയ ടേബിൾ മൗണ്ടൻ പോലത്തെ വലിയൊരു തിട്ട പോലെ വന്ന് നിൽക്കുന്ന പർവ്വതങ്ങളുണ്ട്. നമ്മുടെ റോഡ് അതിൻ്റെ വക്കിൽ കൂടിയാണ് പോകുന്നത്. അവിടെ നിന്ന് അങ്ങ് താഴ്വാരത്തൂടെ നദി ഒഴുകുന്നത് കാണാം. അതിഗംഭീരമായ അനുഭവങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഗ്രാമങ്ങളാണ്. ഗ്രാമങ്ങൾ ദരിദ്രാവസ്ഥയിലാണെങ്കിലും അതൊരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 70 വർഷത്തിലേറെക്കാലം സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഒരു എന്താണ് സ്ഥിതിസമത്വത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥയാണ് 70 വർഷത്തെ ഭരണത്തിന് ശേഷവും സോവിയറ്റ് യൂണിയനിലുള്ള അംഗത്വത്തിന് ശേഷവും പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവുമായിട്ട് ഇന്നും അവർ കഴിയുകയാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അതിന് വലിയ മാറ്റം ഉണ്ടായില്ല. കാരണം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് വന്ന ഭരണാധികാരികൾ കൂടുതൽ അഴിമതിക്കാരായി മാറി. അതുകൊണ്ട് തന്നെ ഇവരുടെ സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിലെ പട്ടിണിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് കൂടുതലൊന്നും അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അധികം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ തജിക്കിസ്ഥാനിൽ പ്രകൃതി വിഭവങ്ങളൊക്കെ പൊതുവെ കുറവാണ്. എണ്ണ തീരെയില്ല. തൊട്ടടുത്തുള്ള തുർക്ക്മെനിസ്ഥാനാണെങ്കിൽ എണ്ണ കൊണ്ട് സമ്പന്നമാണ്. അത് പക്ഷേ ഒരു അടച്ചു കിട്ടിയ രാജ്യമായിട്ട് ഇന്ന് തുടരുകയും ചെയ്യുന്നു. ഇവിടുത്തെ ഒരു സാമൂഹ്യ രീതി അനുസരിച്ച് ഒന്നിലേറെ വിവാഹം കഴിക്കാനുള്ള അനുമതിയൊക്കെ സോവിയറ്റ് യൂണിയന് മുമ്പുണ്ടായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് അത് ഒറ്റ വിവാഹമായിട്ട് പരിമിതപ്പെട്ടു. എന്നാൽ ഇന്ന് വീണ്ടും ഈ ബഹുഭാരിത്വത്തിലേക്കൊക്കെ മാറിത്തുടങ്ങി. മാത്രമല്ല, ഈ പെൺകുട്ടികൾക്ക് 23 വയസ്സാകുമ്പോഴേക്കും വിവാഹം നടന്നിരിക്കണമെന്നുള്ളതാണ് അവിടുത്തെ ഒരു നാട്ടു നടപ്പ്. 23 വയസ്സ് കഴിഞ്ഞാൽ സാധാരണഗതി പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ കിട്ടുക ഒന്ന് വിവാഹം കഴിച്ച ഒരാളെയൊക്കെ ആയിരിക്കും. അയാളുടെ രണ്ടാമത്തെ ഭാര്യയായിട്ടോ മൂന്നാമത്തെ ഭാര്യയായിട്ടോ ഒക്കെ ആയിരിക്കാം 23 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പിന്നെ വിവാഹം കഴിക്കാൻ അവസരം കിട്ടുക. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സാമൂഹ്യ പ്രശ്നങ്ങളും ഇന്ന് ആ നാട്ടിൽ നടമാടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓടി തഗോബി ഖൽക്ക് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു കനാൽ ഒഴുകുന്നുണ്ട്, മറ്റേ സൈഡിൽ കൂടെ നദി ഒഴുകുന്നുണ്ട്. ഈ നദിയുടെയും കനാലിൻ്റെയും ഒരു സംഗമ സ്ഥലത്താണ് ഈ ഗ്രാമം. അതൊരു കുന്നിൻ്റെ ചെരുവിലാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ കുന്നിനെ കടന്നൊരു റോഡ് മുകളിലേക്ക് പോകുന്നതാണ്. റോഡെന്ന് പറഞ്ഞാൽ മൺപാതയാണ്. അതിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് നിരവധി വീടുകൾ. നമ്മളവിടെ നിൽക്കുമ്പോൾ ഈ കുന്നിറങ്ങി കുറേ പശുക്കൾ ഇങ്ങനെ ഒഴുകി വരുന്നതാണ് കാണുന്നത്. അതായത് വൈകുന്നേരം ആയല്ലോ, അവർ ഓരോരോ വീടുകളിലേക്ക് പോകുന്ന 10-40 പശുക്കൾ ഒന്നിച്ചിറങ്ങി വരുന്നുണ്ടെങ്കിലും ഇത് താഴെ വന്നിട്ട് ഓരോ വീട്ടുകളിലേക്ക് തിരിഞ്ഞു പോവുക. ഓരോ പശുവിനും അവരവരുടെ വീടുകൾ അറിയാം. അപ്പോൾ ഞാനിത് കാണാൻ വേണ്ടിയിട്ട് ഈ ഗ്രാമത്തിലേക്ക് കയറി ചെന്നു. പശുക്കൾ ഇറങ്ങി വരുന്നു. അപ്പോൾ ഈ പ്രധാന മൺപാതയുടെ രണ്ട് വശത്തുകൂടെയും ഒരു ചാല് പോലെ നീർച്ചാൽ ഒഴുകുന്നുണ്ട്. ഓടയല്ല, ശുദ്ധജലം ഒഴുകുന്നത്. ഇവിടെ വന്ന് ഈ പശു വെള്ളമൊക്കെ കുടിക്കുന്നു. അത് കഴിഞ്ഞ് ഓരോ വീടിൻ്റെയും തൊഴുത്തിലേക്ക് അവർ കയറി പോകുന്നു. അവിടെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ഈ തൊഴുത്തെന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞ ഈ സാധാരണ ഈ മൺവീടുണ്ടല്ലോ, അതിൽ ഈ ഗ്രാമത്തിലെ മൺവീടുകൾ പലതും 2 നിലയാണ്. മറ്റു പല ഗ്രാമങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ താഴത്തെ നിലയിൽ പശുക്കളാണ്, തൊഴുത്താണ്. അതിൻ്റെ മുകളിൽ അഴിയിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഈ വീട്ടുകാർ താമസിക്കുന്നത്. ഈ വീട്ടിലാണ് ഞാൻ ഈ പറഞ്ഞ 10-20 പേര് വരെയുള്ള വീടുകളുണ്ട്. ഒരാൾ, അയാളുടെ 1-2 ഭാര്യമാർ, അവരുടെ മക്കളൊക്കെ ആയിട്ട് ഈ ചെറിയ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. മുകളിലത്തെ നില താഴത്തെ നില എന്നൊക്കെ പറയുമ്പോൾ ഒരു ബംഗ്ലാവായിട്ട് മനസ്സിൽ കാണരുത്, ഒരു മൺവീട് എന്ന് വേണേൽ കൂട്ടാം. അപ്പോൾ ഈ താഴെ പശുക്കളെ പാർപ്പിക്കുന്നതിൻ്റെ കാര്യം, കടുത്ത മഞ്ഞുകാലം വരുമ്പോൾ ഈ പശു താഴെ താമസിക്കുമ്പോൾ വീടിനകം തന്നെ ചൂടായി നിൽക്കും. ഏതെങ്കിലും ഒരു സ്ത്രീ ക്യാമറയുടെ മുന്നിൽ ധൈര്യപൂർവ്വം വന്ന് അല്ലെങ്കിൽ ഒരു കുട്ടി വന്ന് സംസാരിച്ച് അവരുടെ ഒരു 2 ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ പോകുമ്പോൾ ഞാനൊരു ചെറിയ ചില്ലറയൊക്കെ കയ്യിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് സന്തോഷമാകും. ഇത് കണ്ട് മറ്റ് സ്ത്രീകൾ ഉത്സാഹത്തോടെ വരും. അവർ വന്നിട്ട് അവരെക്കൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഷഹബാസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് എൻ്റെ ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. ഭർത്താവ് എന്ത് ചെയ്യുന്നു, എന്താണ് തൊഴിൽ, കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും. പല കുട്ടികളും സ്കൂളിലേ പോകുന്നില്ല, സ്കൂൾ കണ്ടിട്ടേ ഇല്ലാത്ത കുട്ടികളുണ്ട്. അവിടെ അടുത്തെങ്കിലും സ്കൂളുകളില്ല. അവർ ഈ പശുക്കളെ മേയിച്ചും ഇങ്ങനെ നടക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും ഉണ്ട്, ധാരാളം കുട്ടികൾ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സ്ത്രീയുടെ ഞാനിങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്, ഈ ഗ്രാമത്തിൻ്റെ പേരെന്താണെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു. ഇവർ പലതവണ പറയും. അപ്പോൾ ഇതെന്തിനാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പല്ല് പോയിട്ട് അത് മുഴുവൻ സ്വർണം കെട്ടിയതാണ്. ദാരിദ്ര്യമൊക്കെ ആണെങ്കിലും ഇവരുടെ സമ്പത്ത് മുഴുവൻ വായിലായിരിക്കുന്നെന്ന് വേണേൽ പറയാം. സ്വർണം കെട്ടിയ പല്ലുകളാണ്. അപ്പോൾ ഒന്ന് കാണണം എനിക്ക്. അതിനുവേണ്ടി ഞാൻ ചോദിക്കും, ഈ ഗ്രാമത്തിൻ്റെ പേരെന്താ? അപ്പോൾ അവർ തഗോബി ഖൽക്ക് എന്ന് പറയും. അപ്പോൾ ഞാൻ മനസ്സിലായില്ല, ഒന്നുകൂടെ പറയൂ. തഗോബി ഖൽക്ക് എന്ന് പറയും. ഇങ്ങനെ അത് ഞാൻ പലതവണ ഷൂട്ട് ചെയ്തൊക്കെ എടുത്ത് അങ്ങനെ രസകരമായ ഗ്രാമീണ ഇതൊക്കെ സ്വീകരിച്ച് അങ്ങനെ വീണ്ടും പോവുകയാണ്. ഈ തഗോബി ഖൽക്കിന് പല ഭാഗങ്ങളുണ്ട്. അടുത്ത ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ വേറൊരു സംഭവം ഉണ്ടായി, അത് ഞാൻ പിന്നെ പറയാം. ഇപ്പോഴത്തേക്കും നേരം പയ്യെ സന്ധ്യയായി തുടങ്ങി, ഇരുട്ടി തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ ഇസ്ഫാൻ പറഞ്ഞു, അവരുടെ ഭാഷയിൽ നമ്മുടെ ഷഹബാസിനോട് പറയുകയാണ്, ഇങ്ങനെ പോയാൽ പറ്റില്ല, കാരണം ഇനി പോകേണ്ടത് മലമ്പാതയിലൂടെയാണ് പോകേണ്ടത്. ടാറില്ല, ടാർ റോഡ് അവസാനിച്ചു. ഉണ്ടക്കല്ലുള്ള മലമ്പാതയിലൂടെ കയറി നമ്മൾ വളരെ ഉയരത്തിലേക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പെട്ടെന്ന് വന്ന് കയറാം, ഇനിയൊരു ഗ്രാമത്തിൽ വണ്ടി നിർത്തുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഒരു മലമ്പ്രദേശത്തൂടെ, പിന്നെ ഇരുട്ടാണ്, കട്ട പിടിച്ച് ഇരുട്ടിലൂടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ മല കയറി. അപ്പോൾ ഈ ഷഹബാസ് ഒരു ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഹോം സ്റ്റേ ആണെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തെ വിശ്വസിച്ചാണ് നമ്മൾ പോകുന്നത്. ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. സാധാരണ പോകുന്നതിന് മുമ്പ് ഞാൻ ഇൻ്റർനെറ്റിൽ ബുക്ക് ചെയ്യുന്നതാണ്, ഇത് ബുക്ക് ചെയ്തിട്ടില്ല.
അങ്ങനെ 8-9 മണിയായപ്പോഴത്തേക്കും മലയുടെ കുറേ ഉയരത്തിലുള്ള ഒരു ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ട്, അവിടെ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു. ഞങ്ങൾ വണ്ടി ഒരിടത്ത് നിർത്തി ഒതുക്കി നിർത്തി. അപ്പോൾ വീട്ടുടമ വീടിൻ്റെ തിണ്ണയെ കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇച്ചിരി വൈകിപ്പോയി. വീട്ടിനകത്തേക്ക് കയറ്റിക്കൊണ്ട് ചെന്നു. മനോഹരമായിട്ടുള്ളൊരു മുറിയാണ്, അവിടെ കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നെ ഒരു മുറി കൊണ്ടുപോയി കാണിച്ചു. പരവതാനിയൊക്കെ ഇട്ടിട്ടുള്ള കട്ടിലൊക്കെ മനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന നല്ലൊരു മുറി, ഒരു വൃത്തിയുള്ളൊരു മുറി. അപ്പം ഞാൻ ബാഗൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു, എൻ്റെ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്ത്. അപ്പോഴത്തേക്ക് ഈ അമ്പുരാജയും ഷഹബാസും കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നു. ഈ വീട്ടുടമയെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും 2 പേര് മാത്രമായിട്ട് മാറുന്ന സംസാരിക്കുന്നു. വീണ്ടും വീട്ടുടമയെ വിളിച്ചിട്ട് എന്തോ സംസാരിക്കുന്നു. എന്തോ ഒരു പന്തികൾ എനിക്ക് മുടക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, അമ്പുരാജ് എന്താ പ്രശ്നം, നിങ്ങൾ കാര്യം പറ. അപ്പോൾ അമ്പുരാജ് പറഞ്ഞു, ഇല്ല അത് നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ പറഞ്ഞു, കാര്യം പറ. അങ്ങനെ അരമണിക്കൂർ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പുരാജയും ഷഹബാസും കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വീടും ഈ താമസ സൗകര്യങ്ങളൊക്കെ ഗംഭീരമാണ്, പക്ഷേ ഇവർക്ക് കക്കൂസില്ല. ടോയ്ലറ്റ് എന്തോ പണി നടക്കുകയാണ്, അത് പൊളിച്ചിട്ടേക്കുക, അതാണ് അവരുടെ പ്രശ്നം. ഇപ്പോൾ കക്കൂസിൽ പോകണമെങ്കിൽ, നാളെ രാവിലെ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അടുത്ത വീട്ടിലെ ടോയ്ലറ്റിൽ പോകണം. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പം ഞാൻ പറഞ്ഞു, അത് സാരമില്ല, ഇപ്പോൾ ഈ ഇദ്ദേഹം ഇങ്ങനെ നമ്മളെ കാത്തിരുന്നതല്ലേ, തന്നെയല്ല ഇന്ന് ഇതിൻ്റെ ഒരു വാടക ഇങ്ങേർക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നത്, നമുക്ക് ഇവിടുത്തെ അടുത്ത വീട്ടിലെങ്കിൽ അടുത്ത വീട്ടിൽ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നമുക്കത് പ്ലാൻ ചെയ്യാം. അപ്പം ഇവർ പറഞ്ഞു, അതല്ല, അതും കുഴപ്പമുണ്ട്, ഞങ്ങൾ അതാണ് പോയി ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അടുത്ത വീട്ടിലെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമില്ല, വലിയൊരു കുഴിയാണ്. ഈ കുഴിയുടെ വിലങ്ങനെ ഒരു തടിക്കഷ്ണം ഇട്ടിട്ടുണ്ട്. ഈ തടിക്കഷ്ണത്തെ പോയിരുന്ന് കാര്യം സാധിക്കണം. മാത്രമല്ല, അതിനകത്ത് ഈ കഴിഞ്ഞ നാളുകളായിട്ടുള്ള ഈ വിസർജ്യം മുഴുവൻ കിടന്നിട്ട് ആ പ്രദേശത്തോട് അടുക്കാനും പറ്റില്ല. നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കക്കൂസാണത്. അപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു ഇതൊന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അത് കണ്ടതോടുകൂടി നമ്മൾ, കാരണം ഈ വലിയ കുഴിക്ക് കുറുകെ ഇട്ടിരിക്കുന്ന ഈ തടിപ്പുറത്ത് പോയി ഇരിക്കണം നമ്മൾ. ബാലൻസ് എങ്ങാനും തെറ്റിയാൽ സങ്കല്പിക്കാൻ പറ്റിയല്ല, അത് കൂട്ടൊരു ദുരന്തമായി മാറും അത്. അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, കുറച്ച് പൈസ നമുക്ക് ഇദ്ദേഹത്തിന് കൊടുക്കുക, എന്നിട്ട് നമുക്ക് അപ്പോൾ ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതായി ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും മല കയറി കുറേയും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സ്കീയിങ്ങുകാരുടെ ഒരു ബേസ് സ്റ്റേഷനുണ്ട്, അവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ മിക്കവാറും മുറി കിട്ടേണ്ടതാണ്. അവിടെ ഫോണൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചു, അങ്ങോട്ട് പോയാൽ പ്രശ്നമാണ്? അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, പോയി നോക്കാം, ഇനി കിട്ടുന്നില്ലെങ്കിൽ തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ താമസിക്കുമെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോകാം. അപ്പോഴത്തേക്കും രാത്രി 10 മണി 10:30 നല്ല കൊട്ടും തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പിലെ. അവസാനം ഇദ്ദേഹത്തോട് യാത്ര പറഞ്ഞു, ഇദ്ദേഹത്തിന് കുറച്ച് പൈസയൊക്കെ കൊടുത്തു. ഞങ്ങൾ ചിലപ്പോൾ തിരിച്ചു വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും മല കയറി. ഒരു അവിസ്മരണീയമായ യാത്രയായിരുന്നു, ഭയപ്പെടുത്തുന്ന യാത്ര. ഒരു വശത്ത് അഗാധമായ ഗർത്തം, ഇതൊന്നും നമുക്ക് കാണത്തില്ല, പക്ഷേ അടിയിൽ കൂടെ നദി ഒഴുകുന്ന ശബ്ദം കേൾക്കാം. അരണ്ട വെളിച്ചത്തിലൂടെ ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് ചാടിയും തുള്ളിയും ഒക്കെ ആയിട്ട് ഒരു തരത്തിൽ ഈ ഒരു ഗേറ്റിൻ്റെ വാതൊക്കെ പോയി നിൽക്കുന്നു. അവിടെ ഹോൺ അടിച്ചു, ലൈറ്റ് ഡിമ്മടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ വന്ന് വാതിൽ തുറന്നു, ഗേറ്റ് തുറന്നു, അകത്തേക്ക് ചെന്നു. ഏതായാലും കുറേ നേരം അമ്പുരാജയും ഷഹബാസും കൂടെ പോയി, ഇസ്ഫാനും ഒക്കെ കൂടെ പോയിട്ട് എന്തൊക്കെയോ സംസാരിച്ചു. ഏതായാലും 3 മുറി തരാമെന്ന് സംഘടിപ്പിച്ചു. എനിക്കൊരു മുറി, അമ്പുരായ്ക്കൊരു മുറി, മറ്റൊരു 2 പേരും കൂടെ ഒരു മുറി. അങ്ങനെ ഞാൻ എൻ്റെ മുറി കൊണ്ട് ഈ സാധനങ്ങളൊക്കെ വെച്ചു. നല്ല മുറിയാണ്, ചുവരൊക്കെ ഒരു ട്രഡീഷണൽ ശൈലിയിൽ പണിതാണ്. പരമ്പൊക്കെ പോലത്തെ ഒരു സാധനം കൊണ്ടാണ് അതിൻ്റെ ചുവരുകൾ. നല്ല ടോയ്ലറ്റ് ഉണ്ട്. മുറി ചൂടാക്കാനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ നല്ല കമ്പിളി പുതപ്പുകളുണ്ട്. ഞാൻ ബാറ്ററിയൊക്കെ ചാർജ് ഇട്ടു. ഭക്ഷണം കഴിച്ചിട്ടില്ല, അപ്പോൾ ഞങ്ങൾ കുറച്ച് ഭക്ഷണം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു 2-3 ബ്രെഡും ഉണ്ട്, കുറച്ച് പഴങ്ങളും ഉണ്ട്. അതെങ്ങനെ കിട്ടിയെന്നുള്ള കഥയിലേക്ക് ഞാൻ തിരിച്ചു വരാം. നമ്മൾ ഈ തഗോബി ഖൽക്ക് എന്ന് പറയുന്ന ഗ്രാമത്തിലെ പശുക്കൾ ഇറങ്ങി വരുന്ന ആ വഴിയൊക്കെയുള്ള ഗ്രാമത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പം തഗോബി ഖൽക്കിൻ്റെ വേറൊരു ഭാഗമുണ്ട്. അവിടെയും ഒരു ചെറിയ ജംഗ്ഷനുണ്ട്. അവിടെയും ഇറങ്ങി ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നേരം ഒരു 6 മണി 5:30-6 മണിയൊക്കെ ആയി. നേരെ പയ്യെ ഇരുണ്ട് വരുന്ന സമയമാണ്. അപ്പോൾ ഒരു മുത്തശ്ശി, ഒരു അമ്മൂമ്മ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു, ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന കണ്ടുകൊണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്തോ ചോദിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷഹബാസിനോട് ഞാൻ ചോദിച്ചത്, എന്താ അമ്മൂമ്മ പറഞ്ഞേ? അപ്പോൾ ഷഹബാസ് പറഞ്ഞു, വന്നൊരു ചായ കുടിച്ചിട്ട് പോകാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം നോക്കി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അമ്മൂമ്മ ഒന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് പോവാം. അപ്പോൾ ഷഹബാസ് വിലക്കി, പോകാൻ നേരമില്ല, 1 ഇരുട്ടുന്നതിന് മുമ്പ് പോകണം, 2 അവരുടെ വീട്ടിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, അങ്ങനെയൊന്നും. അപ്പോൾ ഈ പല ഗൈഡുകളും നമ്മളെ എപ്പോഴും വിലക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞു, അമ്മൂമ്മ വിളിച്ചതല്ലേ, നമുക്ക് പോവാം. അങ്ങനെ ഞാൻ അമ്മൂമ്മയുടെ കൂടെ പോയി. അമ്മൂമ്മ അങ്ങനെ പോകുമ്പം ഈ പല വീടുകളുടെ തിണ്ണകൾ മിറ്റം കടന്നാണ് പോകുന്നത്. ചിലയിടത്ത് അലക്കി ഉണങ്ങിയിട്ടിരിക്കുന്ന തുണിയൊക്കെ ഇങ്ങനെ മാറ്റി തന്ന് അതിനിടയ്ക്കൂടെയൊക്കെ കുനിഞ്ഞൊക്കെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പം 2-3 വീടൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ വീട്ടിലെ കുട്ടികളും മുതിർന്നവരൊക്കെ ഈ അമ്മൂമ്മയ്ക്ക് ആരെ ഈ അതിഥികളെ കിട്ടിയിരിക്കുന്നത് എന്നുള്ള ചോദ്യമായി. അമ്മൂമ്മ അപ്പം അതിനു മുമ്പ് അപ്പോഴത്തേക്ക് ഷഹബാസ് പറഞ്ഞിരുന്നു, ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, ടെലിവിഷന് വേണ്ടി പരിപാടികൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ വീട്ടിലൊക്കെ ടെലിവിഷനുണ്ട്.
മറ്റ് എല്ലാം ദാരിദ്ര്യത്തിലാണെങ്കിലും അവിടെയുള്ള ഏറ്റവും വലിയ ആഡംബരമായ വീടുകളിലെ ടെലിവിഷനാണ്. അപ്പോൾ ടെലിവിഷനിൽ നിന്ന് ഒരാളെന്ന് പറയുന്നത് വലിയൊരു അവർക്കൊരു അത്ഭുതമാണ്. അങ്ങനെ കുട്ടികൾ എൻ്റെ പിന്നാലെയായി കുറച്ച് സംഘമായിട്ടാണ് ഞങ്ങൾ ഈ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. വീട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, ഒരു ചായ കുടിക്കുക എന്നുള്ളത് അമ്മൂമ്മ പറഞ്ഞെങ്കിലും വീട്ടിലേക്കൊന്ന് കയറി ചെല്ലുക, വീടിൻ്റെ സാഹചര്യങ്ങൾ കാണുക, ഗ്രാമം പരിസരം കാണുക, ഇതാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കയറി ചെല്ലുമ്പോഴേ അമ്മൂമ്മ ഈ തിണ്ണയിൽ ഞാൻ നേരത്തെ നമ്മൾ ആ റെസ്റ്റോറൻറ്റ് കണ്ട പോലത്തെ ഒരു സൂഫയുണ്ട്, അതായത് ഒരു തട്ട് അല്ലെങ്കിൽ ഒരു വലിയ കട്ടിൽ എന്ന് വേണേൽ പറയാം. അതിലാണ് അതിഥികൾ വന്നാൽ ഇരുത്തുകയും സ്വീകരിക്കുകയും അവർക്ക് ഭക്ഷണം വിളമ്പുകയൊക്കെ ചെയ്യുന്നത്. അവിടെ തുണിയൊക്കെ വിരിച്ചിട്ട് കയറി ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് ആകപ്പാടെ വെപ്രാളമാണ്. അമ്മൂമ്മ അടുക്കളയിലേക്ക് പോകുന്നു, അകത്തേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അടുത്ത വീട്ടിലേക്ക് പോകുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ പാത്രങ്ങൾ കൊണ്ട് നിരത്തി വെക്കുന്നു, വിഭവങ്ങൾ പലത് വരുന്നു, ബ്രെഡ് വരുന്നു, തൈര് വരുന്നു, ചീസ് വരുന്നു, കുറച്ച് പഴങ്ങൾ കൊണ്ടുവരുന്നു, ഇതെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പോഴത്തേക്ക് അമ്മൂമ്മയുടെ മകൻ വന്നു. കുറച്ച് മാറിയുള്ളൊരു സ്ഥലത്ത് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം വന്നപ്പോഴത്തേക്കും അമ്മൂമ്മ ഇവനോട് പറഞ്ഞു, കൈ കഴുകി കൊടുക്കൂ. അപ്പോഴത്തേക്ക് ഇയാളൊരു പാത്രത്തിൽ വെള്ളം കൊണ്ട് വന്നു. അപ്പോൾ തിണ്ണയിൽ ഇറങ്ങി നിന്നിട്ട് ഈ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു തന്നു. നമ്മൾ കൈ കഴുകി. അപ്പോഴത്തേക്ക് അമ്പുരാജയും ഇസ്ഫാനും ഒക്കെ കൂടെ വന്നു. ഞങ്ങൾ 4 പേര് ഈ സോഫയിലിരുന്നു. ഞങ്ങൾക്കുള്ള ഭക്ഷണം വിളമ്പി. അപ്പോൾ ഈ ഓരോ സാധനം എടുത്തുകൊണ്ട് വരുന്ന രസകരമാണ്. ഈ ഉത്തരത്തെ എന്നൊക്കെയാണ്, അതായത് വീടിൻ്റെ ഇറമ്പിലെ ആ ഉത്തരത്തിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന ചില പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്താണ് എടുത്തു കൊണ്ടുവരിക. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ വീട്ടിലെ ഇന്ന് വൈകിട്ടത്തെ ഭക്ഷണമാണ് ഞങ്ങൾക്ക് ഈ വിളമ്പി തരുന്നത്. നമുക്കിത് കഴിക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് വേണ്ടെന്ന് പറഞ്ഞാലോ. അപ്പോൾ ഷഹബാസ് പറഞ്ഞു ഇവിടുത്തെ ഒരു നാട്ടു നടപ്പനുസരിച്ച് അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ശീലം അനുസരിച്ച് അതിഥികൾക്ക് വിളമ്പുന്ന ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിപ്പോകുക എന്ന് പറയുന്നത് ഇവരോട് വലിയൊരു അപമര്യാദ ചെയ്യുന്നത് പോലെയാണ്, ഇവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഈ ഭക്ഷണം വിളമ്പിയാൽ അത് കഴിച്ചിട്ടേ പോകാവുള്ളൂ, കഴിക്കണം, അത് കുറച്ചെങ്കിലും കഴിക്കണം. അങ്ങനെ ഞങ്ങൾ കുറേശ്ശേ കഴിച്ചു. അപ്പോഴത്തേക്കും ഞാൻ അമ്പുരാജയോട് പറഞ്ഞു, അമ്പുരാജ നമ്മൾ വാങ്ങിച്ച ആ പഴങ്ങളിരിപ്പില്ലേ, ആ ആപ്രിക്കോട്ട്, അതിൻ്റെ അകത്ത് ഒരു ബക്കറ്റ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം. അപ്പോഴത്തേക്കും അമ്പുരാജ അങ്ങോട്ട് പോയി. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു, നന്ദിയൊക്കെ പറഞ്ഞു. ഈ കൈ കഴുകാനുള്ള വെള്ളം ഒഴിച്ചു തന്നു. അമ്മൂമ്മ ഇങ്ങനെ എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്, വീട്ടിലെ പ്രശ്നങ്ങൾ. ഈ അമ്മൂമ്മ തനിച്ചാണ് ഇപ്പോൾ ഉള്ളത്. രാത്രിയാകുമ്പോഴത്തേക്ക് ഇളയ മകൻ വരും, അവനാണ് കൂടെയുള്ളത്. പിന്നെ 2-3 പിള്ളേരുണ്ട്, പിള്ളേർ ഈ കളിക്കുന്ന കൂടെ ഈ ഇളയ മകൻ്റെ മക്കളുമുണ്ട് എന്നൊക്കെ ഇങ്ങനെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അമ്പുരാജ കൊണ്ടുവന്ന ആ ഒരു കൂട പഴങ്ങൾ, ആപ്രിക്കോട്ട് പഴങ്ങൾ ഞാൻ അമ്മൂമ്മയെ ഏൽപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഈ ഗ്രാമത്തിലെ പല കാഴ്ചകൾ വീണ്ടും കുറച്ചുകൂടെയൊക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ ഈ കുട്ടികൾ കൂടെ വരുന്നുണ്ട്, അവരുടെ ഷൂട്ടുകളൊക്കെ എടുത്ത് വീണ്ടും വണ്ടിയിലേക്ക് ചെല്ലും. വണ്ടിയിൽ ചെന്ന് കയറുമ്പോൾ വണ്ടിക്കകത്ത് 2 പൊതിയിരിക്കുന്നു. അമ്പുരാജ പറഞ്ഞു ഒരു വലിയ കുഴപ്പം പറ്റി. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഇതാ അമ്മൂമ്മ ആ പയ്യൻ്റെ കയ്യിൽ 2 പൊതി കൊടുത്തു വിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്താ അത്? അതിനകത്ത് ഒരു പൊതിക്കകത്ത് കുറച്ച് റൊട്ടി, ഒരു പൊതിക്കകത്ത് കുറച്ച് പഴങ്ങൾ, ചെറിപ്പഴങ്ങൾ. ഞാൻ ചോദിച്ചു അതെന്താ, എന്തിനാ? ഇപ്പോൾ നമുക്ക് നമ്മളെ സൽക്കരിച്ചല്ലേ. അപ്പോൾ ഷഹബാസ് പറഞ്ഞു ഈ നാട്ടിലെ ഒരാചാരം, നിങ്ങൾ ഒരു സമ്മാനവുമായിട്ടൊരു വീട്ടിലേക്ക് കയറി ചെന്നാൽ തിരിച്ചു പോകുമ്പോൾ അവർക്ക് അതിൻ്റെ ഇരട്ടി സമ്മാനങ്ങൾ കൊടുത്തു വിടുക എന്നുള്ളതാണ് ഇവിടുത്തെ ആചാരം അത്രേ. ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്ന പുതിയ പാഠങ്ങളിലൂടെയാണ് സഞ്ചാരത്തിൻ്റെ ഓരോ അധ്യായവും ഓരോ എപ്പിസോഡും കടന്നു പോകുന്നത്. 2000 എപ്പിസോഡുകളിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പം ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ എത്രയൊക്കെ മനുഷ്യരെ കണ്ടിരിക്കുന്നു, എന്തെന്ത് അത്ഭുതങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. തജിക്കിസ്ഥാനിലെ യാത്രകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോഴും ഈ അമ്മൂമ്മയുടെ മുഖവും അമ്മൂമ്മയുടെ ആ വീടും ആ ഗ്രാമവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.